ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു. നിഫ്റ്റി ഏകദേശം 22,500 തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം എവിടെ തുടങ്ങിയോ നമ്മുടെ അവിടെ തന്നെ തിരിഞ്ഞെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നിഫ്റ്റി 22,580 90 ലെവലുകൾ വരെ പോവുകയുണ്ടായി. പിന്നീട് അവസാന നിമിഷങ്ങളിൽ ഒരു കറക്ഷൻ വരികയായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇന്നലത്തെ മോഡിയുടെ ഇന്റർവ്യൂവിന് ശേഷം മാർക്കറ്റിൽ ചെറിയൊരു കോൺഫിഡൻസ് വന്നു എന്ന് വേണം കരുതാൻ. കാരണം പ്രധാനപ്പെട്ട അദാനി ഗ്രൂപ്പ് ഓഫ് ഓഹരികളിലൊക്കെ തന്നെ ഒരു ബൈങ് ദൃശ്യമായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ സെഗ്മെന്റിൽ കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായിക്കൊണ്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് FIIs DIs ഡാറ്റാസ് ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് 22,000, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ 22,500, 550, 600 ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോട് അതിൽ നാളെ ഒരു ഇന്ത്യൻ മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ US മാർക്കറ്റിൻ്റെയും ഒക്കെ തന്നെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുക, അല്ലെങ്കിൽ അവരുടെ നിഗമനങ്ങൾ അനുസരിച്ചിട്ടുള്ള അവരുടെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് നാളെയും വരാൻ പോകുന്നത്. നാളെയും ഏകദേശം 60-70ഓളം കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട്. ഇനിയും കമ്പനികൾ റിസൾട്ട് പ്രഖ്യാപിക്കാനുണ്ട്. ഇന്നും സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം വന്നത്. ഇപ്പോൾ ടയർ സെക്ടർ അല്ലെങ്കിൽ കമ്പനികൾ നല്ല റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ, ഫാർമ സെക്ടറിൽ പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നല്ല റിസൾട്ടുകൾക്ക് അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റുകൾ മാർക്കറ്റിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡെക്സിൽ ഫോക്കസ് ചെയ്യാതെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നായിട്ടുള്ളത്. ഇൻഡെക്സിൻ്റെ ഇപ്പോഴത്തെ ലെവലുകൾ അനുസരിച്ച് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നത് 22,550 to 22,600 തന്നെയാണ്. അതിന് മുകളിലേക്കുള്ള ഒരു അപ്സൈഡ് എന്ന് പറയുന്നത് 22,700, 750 വരെയാണ്. പക്ഷേ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് പോകുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈങ് കിട്ടുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ബ്രോഡ് ബേസ്ഡ് റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് 22,400-നും 22,700-നും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യാനാണ് സാധ്യത എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയുന്നത്. അതുപോലെ തന്നെ വേൾഡ് മാർക്കറ്റ് കൂടി നമ്മൾ ട്രേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. US മാർക്കറ്റിൽ നിന്നുള്ള ഡാറ്റകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇറാനിലെ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടുന്ന് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഡെവലപ്മെന്റ്സോ മറ്റോ വരികയാണ്, അട്ടിമറിയുടെ ശ്രമങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗ്ലോബൽ ടെൻഷൻസ് വീണ്ടും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ കൂട്ടിച്ചേർത്ത്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ റിസൾട്ട്, ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിലെ മൂവ്മെന്റ് നമുക്ക് നാളെ നിശ്ചയിക്കാനുള്ളത്. അപ്പോൾ ഇത് കൂടി കൺസിഡർ ചെയ്തായിരിക്കും മാർക്കറ്റ് മൂവ്മെന്റ്. അപ്പം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൻ്റെ ഭാഗമായി മാറാവുന്നതാണ്. അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് ഭാരത് ഇലക്ട്രോണിക്സിനെ പറ്റി തന്നെയാണ്. ഇന്നത്തെ മാർക്കറ്റിലെ സ്റ്റാർ പെർഫോമർ ആയിരുന്നു ഭാരത് ഇലക്ട്രോണിക്സ്. ഇതിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തു. ഇതിൻ്റെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. സോ കമ്പനിയെക്കുറിച്ച് ആദ്യം പറയുന്ന സമയത്ത് കമ്പനിയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 19,819 കോടി രൂപയുടെ മൊത്തം സെയിൽസ് ആണ് കമ്പനി കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം നടത്തിയത്. അതായത് കഴിഞ്ഞ തൊട്ട് മുന്നേയുള്ള സാമ്പത്തിക വർഷത്തേക്കാൾ 14.35% വർധനവാണ് സെയിൽസിൽ രേഖപ്പെടുത്തിയത്. അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 5,334 കോടി രൂപ, അതായത് 33% വർധനവ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാൽ 4,020 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത്, അതായത് 33% വർധനവ്. ഇത് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മുമ്പത്തെ സാമ്പത്തിക വർഷത്തേക്കാൾ വളരെയേറെ മികച്ച പെർഫോമൻസ് ആണ് കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയിരിക്കുന്നത്. അതിനു പുറമെ കമ്പനിയുടെ ഈ ക്വാർട്ടർ റിസൾട്ടും വളരെ സ്ട്രോങ് ആണ്. കാരണം എക്കാലത്തെയും ഏറ്റവും വലിയ റവന്യൂ, ഏറ്റവും വലിയ ക്വാർട്ടർലി റവന്യൂ, ഏറ്റവും വലിയ ഇബിറ്റ മാർജിൻ, ഏറ്റവും വലിയ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത്. ഇതും മാർക്കറ്റിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ ജെഫ്രിയുടെ റിപ്പോർട്ട് പ്രകാരം ജെഫ്രി ഒരു റിസർച്ച് റിപ്പോർട്ട് ഇറക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഇബിറ്റ മാർജിൻ എസ്റ്റിമേഷനേക്കാൾ 30% എബോ ആണ് കമ്പനിയുടെ മാർജിൻ വന്നിരിക്കുന്നതെന്നുള്ളതാണ്. അതുപോലെ തന്നെ 2024 25% ഇബിറ്റ മാർജിൻ 2025-ലും 2026-ലും മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് കമ്പനി കോൺകോളിൽ പറഞ്ഞിരിക്കുന്നത്. സോ എല്ലാ തരത്തിലും കമ്പനിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മാനേജ്മെൻറ്റ് കമൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഓർഡർ ബുക്ക്, ഏതൊരു ഡിഫൻസ് കമ്പനിയെ സംബന്ധിച്ചിട്ടും പ്രധാനപ്പെട്ടത് അവരുടെ ഓർഡർ ബുക്കാണ്. അപ്പോൾ 1 ഏപ്രിൽ, അതായത് ഈ കഴിഞ്ഞ ഏപ്രിൽ, ഈ 2024 ഏപ്രിൽ ഫസ്റ്റ് വീക്ക് അനുസരിച്ച് കമ്പനിയുടെ മൊത്തം ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 75,934 കോടി രൂപയാണ്. അതും ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നതാണ് പറയുന്നത്. കമ്പനി പറയുന്നത് ഡിവിഡൻഡ് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് 1 രൂപ, അതായത് ഫേസ് വാല്യൂ 1 രൂപയാണ്. അതിന് 80 പൈസ നിലവാരത്തിൽ ഡിവിഡൻഡ് കൊടുക്കാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലിനനുസരിച്ചിട്ട് തീരുമാനിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ
കമ്പനി പറയുന്നത് 2269 കോടി രൂപയുടെ ഒരു ഡീല് ഇന്ത്യൻ നേവിയുമായിട്ട് കരാർ വെക്കുകയുണ്ടായി. അതിൽ 11 ശക്തി വാർഫെയർ സിസ്റ്റം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെൻസുകളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള അഗ്രിമെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ 11 ഈ ഇലക്ട്രോണിക് വാർ സിസ്റ്റംസ് ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ മുകളിൽ ഘടിപ്പിക്കാനുള്ളതാണ്. ഇത് ശത്രുക്കളുടെ മൂവ്മെൻറ്റും അവരുടെ ഇലക്ട്രോണിക് ഡിവൈസസുകളുടെ കാര്യങ്ങളൊക്കെ ചോർത്തിയെടുത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതാണ് ഇതിൻ്റെ ഈ ഒരു എക്യുപ്മെൻസിൻ്റെ ധർമ്മം എന്നാണ് കമ്പനി പറയുന്നത്. സോ ഇതുകൊണ്ട് തന്നെ കൂടുതൽ രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ ഒരു ഡിമാൻഡ് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കൊറിയ പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ഫിലിപ്പീൻസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് നിന്നുള്ള എക്സ്പോർട്ടുകളെ കുറിച്ചും കമ്പനി പറയുകയുണ്ടായി. സോ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഫിലിപ്പീൻസ്, കൊറിയൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ട് ഓർഡറുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നും കമ്പനി മെൻഷൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് നാലോളം ബ്രോക്കിംഗ് ഫേമുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു Q4 റിസൾട്ടിന് ശേഷം BELനെ അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. ജെഫ്രി അവരുടെ ടാർഗറ്റ് 260 നിന്ന് 305 ആക്കി കൂട്ടിയിരിക്കുന്നു. മോർഗൻ സ്റ്റാൻലി 263 നിന്ന് 300 ആക്കി ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നു. നവാമ 300 ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ടാർഗറ്റ്, ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. മെക്വാരി ഔട്ട് പെർഫോമൻസ് റേറ്റ് അടക്കം 280 to 300 റേറ്റ് ടാർഗറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച്, ഒരു കമ്പനിയല്ല ഒരു സെക്ടർ അടക്കം ഫോക്കസിൽ വന്നത് ടയർ സെക്ടർ ആയിരുന്നു. ടയർ സെക്ടറിൽ തന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് റിപ്പോർട്ടുകളും അപ്ഡേറ്റ്സുകളുമാണ് ഇന്ന് വന്നത്. അതിൽ പറയുന്നത് അവരുടെ റിസർച്ച് സ്വാഭാവികമായിട്ടും ക്വാർട്ടർ റിസൾട്ട് വളരെ എബവ് എസ്റ്റിമേഷനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ കമ്പനി ഏകദേശം 12-13% ഗെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് എബവ് എസ്റ്റിമേഷനാണ്. വോളിയം ഗ്രോത്ത് മാത്രം, അതായത് സെയിൽസിൽ മാത്രം 13% വർധനവ്, പ്രോഫിറ്റിൽ 15% വർധനവ്, ക്വാർട്ടർ ഓൺ ക്വാർട്ടറും എബവ് മാർജിൻ 25% എബവ് മാർജിൻ. വളരെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഏകദേശം 10 ക്വാർട്ടറുകളായിട്ട് 25% മുകളിൽ മാർജിൻ വർദ്ധിക്കുന്നു എന്നുള്ള വാർത്ത. 2024 വോളിയം ഗ്രോത്ത് തന്നെ 2025 കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കമൻട്രി. നവാമ ഇത് കേട്ടുകൊണ്ട് തന്നെ അവരുടെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നു. അവരുടെ ടാർഗറ്റ് ഇൻ ദ സെൻസ് അവർ കൊടുത്തിരിക്കുന്ന അവരുടെ റെഡ്യൂസ് ലിസ്റ്റിൽ, അതായത് സെൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്. അവർ അതിനെ നേരെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. ബൈ റേറ്റിംഗ് വിത്ത് അപ്ഗ്രേഡേഷനാണ് 3230 കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു ഇന്നത്തെ ഒരു മൂവ്മെൻറ്റിന് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന് കാരണമായി. മാത്രമല്ല ടയർ സെക്ടറിൽ മൊത്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ അപ്പോളോ ടയർസും സിയറ്റും MRFും അടക്കമുള്ള മാനേജ്മെൻറ്റുകൾ അവകാശപ്പെട്ടിരിക്കുന്ന പ്രൈസ് റൈസ് ഉണ്ടാകും എന്നുള്ളതിനാണ്. അടുത്ത് തന്നെ ടയർ ഇൻഡസ്ട്രിയിൽ പ്രൈസ് റൈസ് ഉണ്ടാകും. പ്രത്യേകിച്ചും നാച്ചുറൽ റബ്ബറിൻ്റെ പ്രൈസിലുണ്ടായിരുന്ന വലിയ വ്യത്യാസമാണ്. 150 രൂപ 155 രൂപ നിലവാരത്തിലുണ്ടായിരുന്ന റബ്ബറിന് ഇപ്പോൾ 180 മുകളിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ക്രൂഡിൻ്റെ വില $85 ശേഷം അതിൻ്റെ ക്രൂഡിൻ്റെ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള നൈലോൺ ഫൈബർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ടയർ പ്രൊഡക്ഷൻ ആവശ്യമുള്ളതാണ്. അതിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റ് വർധനവും കമ്പനികളെ സാരമായി ബാധിച്ചിരിക്കുന്നു. അവരുടെ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം തന്നെ, അല്ലെങ്കിൽ അവരുടെ റിസർവ് തന്നെ, പ്രൊവിഷൻസ് തന്നെ മതിയാവാതെ വരുന്നു ഈ ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദിവസങ്ങളിൽ തന്നെ ടയർ കമ്പനികൾ ഫോക്കസിലായിരിക്കും. ടയർ കമ്പനികൾ അപ്പോളോ ടയർസ്, അതുപോലെ തന്നെ സിയറ്റ്, MRF, ഈ 3 കമ്പനികളും ഓൾറെഡി അവരുടെ പ്രൈസ് റൈക്കുമായിട്ട് ബന്ധപ്പെട്ട് കമൻട്രികൾ അറിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിന് മറ്റൊരു കാര്യം അഗ്രികൾച്ചറൽ ഡിമാൻഡ്, കൂടുതലും അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസുകളുടെ ടയറുകൾ ഉണ്ടാക്കുന്നതാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ മൺസൂൺ നല്ല ഫോർകാസ്റ്റാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിക്കാനുള്ള സാധ്യതകളും കമ്പനി മുൻകൂട്ടി കാണുന്നു. അതിനു പുറമെ അഗ്രികൾച്ചറൽ എക്യുപ്മെൻസുകളുടെ റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡ് കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ്. ഏകദേശം 20 മുതൽ 23% വരെ റവന്യൂ വരുന്നത് റീപ്ലേസ്മെൻറ്റ് ഡിമാൻഡാണ് ഈ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള എക്യുപ്മെൻസുകളുടെ. സോ അവിടെ വളരെ ഡിമാൻഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കുമെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ അഭിപ്രായം. മൺസൂൺ ശക്തമായതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ഡിമാൻഡ് വളരെ ശക്തമായി തുടരാനുള്ള സാധ്യതകളാണ് കമ്പനിയെ മറ്റൊരു തരത്തിൽ റവന്യൂ വർദ്ധിക്കാനുള്ള കാരണമായിട്ട് കാണുന്നത്. സോ ഇത് തീർച്ചയായിട്ടും ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഫോക്കസിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു കോൺകോളും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ടാറ്റയുടെ ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ട്രെൻഡിൻ്റെ ഒരു അനലിസ്റ്റ് മീറ്റിംഗ് വെള്ളിയാഴ്ച വൈകുന്നേരം മാർക്കറ്റ് ഈവനിങ് ക്ലോസിങ്ങിന് ശേഷം നടക്കുകയുണ്ടായി. ഏകദേശം 36ഓളം ബ്രോക്കറേജ് ഫേംസാണ് ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിന് പുറമെ ഇന്ന് ഫണ്ട് ഹൗസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതായത് ഏകദേശം 18ഓളം ഫണ്ട് ഹൗസസിനെ മാനേജ്മെൻറ്റ് മീറ്റ് ചെയ്യുന്നു. സോ അവരുടെ എക്സ്പാൻഷൻ പ്ലാനുകളെക്കുറിച്ചും അവരുടെ വരുന്ന
പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയിക്കാനാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് സാധാരണയായിട്ട്. സോ അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്ന് തോന്നി, അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഇന്ത്യൻ ഫാഷൻ മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റിയെ സംബന്ധിച്ചിട്ടാണ്. അതായത് കൂടുതലും ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളിലേക്ക് ആളുകളുടെ ശ്രദ്ധ മാറുന്നു. അപ്പോൾ ഇന്ത്യൻ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിൽ കമ്പനിക്ക് അതിൻ്റെതായ റോള് പങ്കുവഹിക്കാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതേസമയം കമ്പനി സമ്മതിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരെയേറെ കോമ്പറ്റീഷൻ വരുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഓർഗനൈസ്ഡ് പ്ലെയേഴ്സ് ഒക്കെ തന്നെ ഇതിലുണ്ട്. ഇപ്പോൾ റിലയൻസിൻ്റെ ട്രെൻഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിർളയുടെ ആദിത്യ ബിർള ഫാഷൻസ്, അതുപോലെ തന്നെ പാൻറ്റലൂൺ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ ബ്രാൻഡഡ് സെഗ്മെൻറ്റ്സിൽ നിന്നും ഇതിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ വളരെ ശക്തമാണെന്നും മാനേജ്മെൻറ്റ് ഒരേ സ്വരത്തിൽ അവകാശപ്പെടുന്നു. അതിനു പുറമെ കമ്പനി പറയുന്നത് കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നു. അതിനു പുറമെ സുഡിയോ, അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ് പോലുള്ള കമ്പനി ഷോറൂമുകൾക്ക്, ടാറ്റയുടെ തന്നെ ഇവരുടെ സെഗ്മെൻറ്റിലുള്ള വെസ്റ്റ് സൈഡ്, സുഡിയോ പോലുള്ള പ്രധാനപ്പെട്ട ഷോറൂമുകൾക്കൊക്കെ തന്നെ വളരെയേറെ സ്കോപ്പ് ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നുള്ളത് തന്നെയാണ്. ഇവർ കൂടുതലും വരുന്ന വർഷങ്ങളിൽ കൂടുതലും ഇനിയും ഷോപ്പുകൾ തുറന്നുകൊണ്ട് കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ മാർജിനും വോളിയവും കൂട്ടുന്നതിൽ തന്നെയാണ് കമ്പനി ശ്രദ്ധിക്കുന്നത്. ഇവരുടെ വോളിയം കൂട്ടണം, അതുപോലെ തന്നെ മാർജിനും കൂട്ടി എങ്ങനെ മാക്സിമം സെയിൽസ് ഇംപ്രൂവ് ചെയ്യാം കോമ്പറ്റീഷനെ ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കമ്പനി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്പനി ഉദാഹരണമായിട്ട് പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 സാമ്പത്തിക വർഷം മാത്രം സുഡിയോ 46 പുതിയ സിറ്റികളിലേക്ക് കടന്നു കയറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 203ഓളം ഷോറൂമുകളാണ് തുറന്നിരിക്കുന്നത്. അതാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം. അതിന് പുറമെ ഒരു ഷോറൂമുകൾ തന്നെ വലിയ രീതിയിലുള്ള ഷോറൂമുകൾ തുറക്കാൻ പോകുന്നില്ല. മാക്സിമം ഷോറൂം സൈസ് 10,000 സ്ക്വയർ ഫീറ്റിലേക്ക് ഒതുക്കും. അതുവഴി അവരുടെ ഓപ്പറേഷൻ കോസ്റ്റും അതുപോലെ തന്നെ റെൻറ്റും അടക്കമുള്ള ചെലവുകളിലും കുറവ് വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് പുറമെ ഫ്രാഞ്ചൈസി മോഡൽ ഓപ്പറേഷൻസ് ആണ് കൂടുതൽ വ്യാപിപ്പിക്കാൻ പോകുന്നത്. ഇനി വരുന്ന സമയങ്ങളിൽ ഫ്രാഞ്ചൈസി മോഡൽ വർക്കിംഗ്സ്, അതുവഴി റവന്യൂവും റിട്ടേൺ റേഷ്യോസ് ഒക്കെ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. അതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വർക്കിംഗ് ക്യാപിറ്റൽ. വലിയ ഷോറുകളിലേക്ക് പോകുന്നു. ഫ്രാഞ്ചൈസി മോഡൽ അല്ലാതെ വരുന്ന സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് കരുതേണ്ടി വരുന്നു കമ്പനികൾക്ക്. പക്ഷേ ഇത് വർക്കിംഗ് ക്യാപിറ്റലിൽ കുറച്ചുകൊണ്ട് 2-3 കോടി രൂപ വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ഒതുക്കിക്കൊണ്ട് ഒരു സോണിലും ഷോറൂം സൈസിലും വെച്ചുകൊണ്ട് മാത്രം വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു മോഡലിലേക്ക് കമ്പനി വർക്ക് ചെയ്ത് വരുന്നു എന്നതാണ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഭിപ്രായം വന്നത്. അതിന് പുറമെ മാർച്ച് 31 അതായത് ഈ കഴിഞ്ഞ 2024 മാർച്ച് 31 സുഡിയോന് മൊത്തമായിട്ട് 545 സ്റ്റോറുകളാണുള്ളത്. അതുപോലെ തന്നെ സ്റ്റാർ ബസാറിന് 66 സ്റ്റോറുകളുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ കമ്പനി മറ്റൊരു പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കുകയുണ്ടായി. അതായത് ഇപ്പോഴത്തെ സെയിൽസ് നിലവാരം അനുസരിച്ച് സുഡിയോയും അതുപോലെ തന്നെ ഈ ട്രെൻഡ്സിൻ്റെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ 90 ടീഷർട്ടുകൾ എന്ന നിലയിലാണ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത്. അതുപോലെ തന്നെ ജീൻസുകളും ഡെനിംസും ഏകദേശം 20 എണ്ണം വെച്ചിട്ട് ഒരു മിനിറ്റിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ 17 ലിപ്സ്റ്റിക്കുകൾ, 19ഓളം സ്പ്രേ ഫ്രാഗ്രൻസുകളും ഒക്കെ തന്നെ വിൽറ്റു പോകുന്ന രീതിയിലാണ് കമ്പനി പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. സോ അവരുടെ സെയിൽസിൻ്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു കണക്കുകൾ മുന്നോട്ട് വെച്ചത്. സോ എനിവേ ട്രെൻഡ് എന്ന് പറയുന്നത് വളരെയേറെ ശക്തമായിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് വന്നിരിക്കുന്നത്. അതിന് പുറമെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി റീബാലൻസിങ് 2024 സെപ്റ്റംബറിൽ വരാൻ പോകുന്നുണ്ട്. അതിൽ 2024 നിഫ്റ്റി റിവൈസ് ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബർ ക്വാർട്ടർ നിഫ്റ്റിയിൽ ഉൾപ്പെടാൻ പോകുന്ന ഒരു കമ്പനിയായിട്ടാണ് ട്രെൻഡിനെ ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെ ട്രെൻഡ് വരികയാണെങ്കിൽ 3560ഓളം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡിലേക്ക് മാത്രമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഫണ്ടുകളുടെ. അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. സോ ഓൾ ടുഗെദർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഗൈഡൻസ് മാനേജ്മെൻറ്റ് അനലിസ്റ്റുകളെ കാണുന്നു, അതുപോലെ തന്നെ അവർ ഫണ്ട് ഹൗസസുമായി സംസാരിക്കുന്നു, നിഫ്റ്റിയുടെ ഭാഗമാകാൻ പോകുന്നു, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി അവർ മുന്നോട്ട് വെക്കുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് വരുന്ന ദിവസങ്ങളിലെ ട്രെൻഡിൽ ഒരു നല്ല മൂവ്മെൻറ്റിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതൊരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൊളറ്റാലിറ്റിയിൽ സ്റ്റോക്കുകളിൽ ഒരു കറക്ഷൻസ് വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഓഹരി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഓർമ്മിക്കുക, വാല്യുവേഷൻ വൈസും അതുപോലെ തന്നെ നമ്മുടെ ലെവലുകളും നോക്കി മാത്രം എൻട്രി ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓഹരിയായിട്ടാണ് ഈ പറയുന്ന ട്രെൻഡിനെ കാണുന്നത്.